എനിക്ക് നടക്കാറിയേ കുളിരുന്ന് എനിക്ക് എന്തെങ്കിലും പുതയ്ക്കണം. ഇപ്പൊ താങ്കൾ പാഠം പഠിച്ചോ? പഠിച്ചു. എന്തോ നമ്മുടെ പുലിവരണേ എന്ന് വിളിച്ചത് ഒരോളിക്കൊണ്ടിരുന്ന ആട്ടിടെ ഉണ്ടായിരുന്നു. അവന്റെ പാഠം താൻ പഠിച്ചോ? എടാ മഹാഭാവി, എടാ എന്റെ കോട്ട് കൊണ്ടുപോയോ? ഇത്ര നാളിൽ നാട്ടുകാരെന്റെ കോട്ടുകുറുപ്പ് വിളിച്ചിരുന്നത്. ഇത് കോട്ടില്ലാത്ത കുറുപ്പെന്ന് വിളിച്ചോട്ടെ. അത് പറ്റില്ല, ഞാൻ അവരോട് മേടിച്ചിട്ടുണ്ട്. പ്രേതസങ്കല്പത്തിന്റെ അടിസ്ഥാനം തന്നെ ഭീതിയാണ്. നിങ്ങൾ പറഞ്ഞ ആ കോട്ട് കുറിപ്പ് നിങ്ങൾ എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കും. മനസ്സിലെ ആ ഭീതി ആ നഷ്ടയുടെ പ്രേതത്തെ രൂപപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അല്ലാതെ വിശ്വാസം ഒന്നും. ഇത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ്. പക്ഷെ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാകും. ശാസ്ത്രത്തിന്റെ വളർച്ചയെ നേട്ടത്തെയും യാതൊരു ന്യൂനമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ മനസ്സിനകത്ത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയം മറ്റൊരാളുടേതാണെന്ന് വിചാരിക്കാൻ പോലും പാടില്ല. എന്റെ പരിശോധനയിൽ മിസ്റ്റർ പ്രകാശ്, സുലോചന പൂർണ്ണ ആരോഗ്യം. ഉള്ള ആരോഗ്യം പ്രേതഭയം കൊണ്ട് നശിപ്പിക്കുമെന്നാണ്. അത് മിസ്റ്റർ പ്രകാശ് കാര്യം. ഇങ്ങനൊരു ഓപ്പറേഷൻ നടന്ന സംഗതിയെപ്പറ്റി ഓർമ്മിപ്പിക്കുവാൻ സന്ദർഭം. അതുകൊണ്ട് പല വിനോദ സഞ്ചാരങ്ങളും ചെയ്യണം. അത് ശരീരത്തിനും മനസ്സിനും ശരിയാ. ശരിയാണ്. നീ കുറച്ച് ദിവസത്തേക്ക് അവളെ കൊണ്ട് ഇവിടെ നിന്ന് മാറി വല്ല തേക്കടിയിലോ വല്ല സുവാസ സ്ഥലത്തും ചുറ്റേക്ക് വെക്കാം. മനസ്സൊന്നും തണുക്കട്ടെ. ആരെയും കാണുന്നില്ല. ശരി, നമുക്ക് പോകാം. നീ എങ്ങനെയെങ്കിലും അത് മറക്കണം. അത് നീ മാത്രം വിചാരിച്ചാലേ പറ്റും. ഞാനും ഡോക്ടറും വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സുലോചന, നീ എന്തായി പറയുന്നത്? നീ ഇപ്പൊ കാണുന്നതും കേൾക്കുന്നതൊക്കെ നിന്റെ മനസ്സിന്റെ വെറും സങ്കല്പങ്ങളാണ്. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാനില്ലേ നിന്റെ കിടന്നുറങ്ങാം. കിടക്ക.
നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങ് തിരിച്ചു തന്നാൽ മതിയായിരുന്നു. അത്രയേറെ വില കൂടി സാധനമാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് കൊടുത്തതിന് അത് എന്തിനായാലും കൊള്ളാം, ഇതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങളുടെ പെമ്പറ നോക്കിട്ട് വാങ്ങിയോണ്ട് ഇവിടെയാണോ കൊണ്ടുവന്ന് കൊടുക്കുന്നത്? മരിച്ചു പോയെങ്കിലേ കൂട്ടത്തിൽ വെച്ച് കൊളുത്തിയേക്കണം. പിന്നെന്താന്നോ അമ്മേ, അദ്ദേഹത്തോട് അങ്ങനെ ഒന്നും പറയരുതമ്മേ. ഒന്നുമില്ലെങ്കിലും എനിക്ക് പ്രാണം തന്ന ആളല്ലേ അമ്മേ. പ്രാണം തന്നതിന്റെ കളിയല്ലേ ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പ്രാണം തന്നു വെച്ച് ദിവസം ഇവിടെ ഒന്ന് പ്രാണം ഉണ്ടോ എന്ന് തപ്പി നോക്കാം. ഞാനിവിടെ വരുന്നത് എതിര് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലത്. എന്റെ സുവർണയെ മരണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ ഡോക്ടറോട് അപേക്ഷിച്ചു. ഇനിയെങ്കിലും സത്യം നിങ്ങളോട് തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, നിങ്ങളുടെ ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ സഹിക്കല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങളൊരു മഹാമനുഷ്യരാണെങ്കിൽ മെഡിക്കൽ സയൻസിന് വേണ്ടി ഒരു വിലയേറിയ സഹായം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. പറയുവാൻ വേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ത്രീ മരണത്തിന്റെ ദിവസങ്ങളുമുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയം കൊടുത്ത് ഹൃദ്രോഗിയായ ആ സ്ത്രീയെ രക്ഷിക്കുവാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടോ എന്നാണ് എനിക്കറിയാം. എന്റെ ഭാര്യയുടെ ഹൃദയപ്പെടുന്നത് കഴിഞ്ഞാൽ സമ്മതിക്കില്ല ഡോക്ടർ. അപ്പോൾ ശ്മശാനത്തിൽ വെന്തിരിഞ്ഞു പോയാലും മറ്റൊരു മനുഷ്യജീവിയെ രക്ഷിക്കുവാൻ വേണ്ടി അത് പ്രയോജനപ്പെടുത്തിക്കൂടാ അല്ലേ? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കുള്ള സ്നേഹാധിക്യം കൊണ്ടല്ലേ ഹൃദയം കൊടുക്കാൻ മടി കാണിക്കുന്നത്? അത് കത്തിച്ചു കളഞ്ഞതുകൊണ്ട് എന്ത് നേടുന്നു? നേരെ മറിച്ച് അത് കത്തിച്ച് കളയാതിരുന്നാൽ നിങ്ങൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ കൂടി ജീവിക്കുന്ന ഈ ഭൂമിയിൽ സജീവമായി ഇരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് എന്ത് തോന്നുന്നു? എന്താണെന്നുമുണ്ട്? അങ്ങനെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യയുടെ ജീവനോട് കൂടി ഇരിക്കുന്നത് കണ്ട് ആശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് അടിക്കടി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയായി. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ഹൃദയം മാറ്റി വെക്കുന്ന വലിയ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ. അതോടൊപ്പം നിങ്ങളുടെ ഭാര്യയുടെ പ്രേതം ഒന്നും മാറുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാമോ? എന്റെ ഭാര്യയുടെ പ്രേതം? രാത്രിയിൽ പട്ടി കുറിച്ച് കഴിയുമ്പോൾ ചെലകിയുടെ ശബ്ദം കേൾക്കാം. അപ്പോഴൊക്കെ